ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. വെള്ളി ശനി ദിവസങ്ങളിൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കന്യാകുമാരിക്കും ലക്ഷദ്വീപിനും മുകളിൽ ചക്രവാത ചുഴികളും രൂപപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുകയാണോ? ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്? ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത 5 ദിവസത്തേക്ക് മഴ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതേസമയം കേരള കർണാടക തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ വിലക്കുകൾ നിലനിർത്തേണ്ടി വരും എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതുപോലെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് എന്നൊരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. കന്യാകുമാരിക്കും ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴികളുണ്ട്. അത് 48 മണിക്കൂറിനുള്ളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കന്യാകുമാരി തീരങ്ങളിൽ ഒരു ചക്രവാത ചുഴിയുണ്ട്. പക്ഷെ അത് 48 മണിക്കൂറിനുള്ളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകുന്നത്. ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് നിലവിൽ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ശരി ശ്രീനന്ദ, വെള്ളി ശനി ദിവസങ്ങളിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വെള്ളി ശനി ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്.